വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സുവോളജിയിലെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ക്രിസ്മസ് എക്സാം ഒക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് മൊത്തം പറയാൻ പോവാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പാൻഡ് സിഫ്റ്റ് ആൻഡ് ഇക്സി. ഓക്കെ, എന്താണ് സിഫ്റ്റ്? എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. സിഫ്റ്റ് എന്ന് പറയുമ്പോൾ സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ, ഇതാണ് സിഫ്റ്റ്. ഓക്കെ, ഇക്സി എന്താ? ഇക്സി മീൻസ് ICS ആയിട്ടോ, ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ അബൌട്ട് ഓവിഡക്റ്റ്. ഓക്കെ, ഫലോപ്പിൻ ട്യൂബാണ് ക്വസ്റ്റ്യൻ, ഓവിഡക്റ്റ് ആണ് ക്വസ്റ്റ്യൻ. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ദാറ്റ് ഹെൽപ്പ് ഇൻ കളക്ഷൻ ഓഫ് ഓം. അതിനെന്താ വിളിക്കുക? നമുക്ക് എല്ലാവർക്കും അറിയാം, ഫിംബ്രിയെ. ഓക്കെ, ഫിംബ്രിയ. എവിടെ ഫിംബ്രിയ? ഇവിടെ ഉണ്ടോ? ഇതാണെന്ത്? ഫിംബ്രിയെ. ഈ കാണുന്നതാണത് ഫിംബ്രിയെ. ഓക്കെ അല്ലേ? പാർട്ട് ഓഫ് ഓവിഡക്റ്റ് വിത്ത് നാരോ ലുമൻ ദാറ്റ് ജോയിൻസ് ദ യൂട്രസ്. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരെന്താ? ദിസ് ഈസ് കോൾഡ് isthmus. Okay, the narrow part of uterus is called isthmus. Funnel shaped part of oviduct that is seen near to the ovary, അതിനെന്താ വിളിക്കുക? ഇൻഫൻഡിബുലം. ഓക്കെ, ഇൻഫൻഡിബുലം. സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ. ടെക്സ്റ്റിൽ പറയുന്ന സൈറ്റ് ആണ് ആംബ്യുള. ഓക്കെ, ആംബ്യുളയാണ് സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ. ഓക്കെ അല്ലേ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ 4 phases ഓഫ് മെൻസ് സൈക്കിൾ. ഏതാടാ 4 phases? 1 മെൻസ്ട്രൽ ഫേസ്, 2 പ്രോലിഫറേറ്റീവ് ഫേസ്. പ്രോലിഫറേറ്റീവ് ഫേസിനെ നമ്മൾ ഫോളിക്കുലാർ ഫേസ് എന്ന് കൂടി പറയാറുണ്ട്. ഓക്കെ, ഫോളിക്കുലാർ ഫേസ് എന്ന് കൂടി പറയാറുണ്ട്. ഓക്കെ, മൂന്നാമത് അഡീഷണലി നമുക്ക് എന്ത് പറയാം? ഓവുലേറ്ററി ഫേസ് എന്ന് കൂടി പറയാൻ പറ്റും. ഓവുലേറ്ററി ഫേസ്. നാലാമത്തത് നമ്മൾ പറയാം ലൂട്ടിയൽ ഫേസ്. ഓക്കെ, ലൂട്ടിയൽ ഫേസിന് നമ്മൾ എന്ത് പറയും? സെക്രീറ്ററി ഫേസ് എന്ന് പറയാറുണ്ട്. സെക്രീറ്ററി ഫേസ്. ഓക്കെ, ഇതാണ് 4 phases ഓഫ് മെൻസ് സൈക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഡു ദ ഫോളോയിങ് ഇവന്റ്സ് ഓക്കർ? ഫെർട്ടിലൈസേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ഫെർട്ടിലൈസേഷൻ എവിടെ നടക്കുന്നത്? ആംബ്യുള്ളയിലാണ്. ഓക്കെ, ആംബ്യുലർ ഇസ്തമിക് ജംഗ്ഷൻ എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഓക്കെ, ഇംപ്ലാന്റേഷൻ എവിടെ നടക്കുക? എൻഡോമെട്രിയം ഓഫ് യൂട്രസ്. ഓക്കെ, എൻഡോമെട്രിയം ഓഫ് യൂട്രസിന്റെ എൻഡോമെട്രിയത്തിലാണ് എന്ത് നടക്കുന്നത്? ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. ഡയഗ്രാം ഓഫ് ഹ്യൂമൻ ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് തന്നിട്ടുള്ളത്. ഗിവൺ ബിലോ ഐഡന്റിഫൈ എ ആൻഡ് ബി. എ എന്താ? എ ഇസ് കോൾഡ് ട്രോഫോബ്ലാസ്റ്റ്. എ ആണെന്ത്? ട്രോഫോബ്ലാസ്റ്റ്. ബി എന്താ? ഇന്നർ സെൽ മാസ്. ട്രോഫോബ്ലാസ്റ്റ് എന്തായിട്ട് മാറും? പ്ലാസെന്റ ആയിട്ട് മാറും. ഇന്നർ സെൽ മാസ് എന്തായിട്ട് മാറും? എംബ്രിയോ ആയിട്ട് മാറും. എന്തായിട്ട് മാറും? എംബ്രിയോ. ഓക്കെ അല്ലേ? ഇതാണ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൺ ഓഫ് യുവർ നെയ്ബർ ഈസ് സഫറിംഗ് ഫ്രം ഇച്ചിങ്, ഫ്ലൂയിഡ് ഡിസ്ചാർജ്, സ്ലൈറ്റ് പെയിൻ ആൻഡ് സ്വെല്ലിംഗ് ഇൻ ദ ജനൈറ്റൽ റീജിയൻ. ആൻസർ ആയി. വാട്ട് ഡു യു തിങ്ക് ഇസ് ദ ഡിസീസ് ഹി സഫറിംഗ് ഫ്രം? ഏതാ അസുഖം? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, അല്ലെങ്കിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ വെനറൽ ഡിസീസ്. എന്താ പറയുക? വെനറൽ ഡിസീസ്. വാട്ട് മെഷേഴ്സ് ആർ ടു ബി ടേക്കൺ ടു പ്രിവെന്റ് സച്ച് ഡിസീസ്? എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് നമ്മൾ എടുക്കുക? പറ, എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് ആടാ? 1 അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്ണർ. അറിയാത്ത ആളുമായിട്ട് സെക്സിൽ ഏർപ്പെടാതിരിക്കുക. അൺനോൺ പാർട്ട്ണർ ഓർ മൾട്ടിപ്പിൾ പാർട്ട്ണർ. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. 2 യൂസ് കോണ്ടം. ഓക്കെ, കോണ്ടം യൂസ് ചെയ്യാം. യൂസ് കോണ്ടം. 3 ഈഫ് എനി സിംറ്റം, എന്തെങ്കിലും സിംറ്റം പ്രസന്റ് ആണെങ്കിൽ, ഈഫ് എനി സിംറ്റം വിത്തൗട്ട് എനി ഡിലേ. ഓക്കെ, ഒരു ഡിലേയും കൂടാണ്ട് എന്ത് ചെയ്യുക? കൺസൾട്ട് എ ഫിസിഷ്യൻ. ഒരു ഡോക്ടറെ കാണിക്കുക. ഓക്കെ, കൺസൾട്ട് എ ഫിസിഷ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഒബ്സർവ് ദ ഗിവൺ ഡയഗ്രാം ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആൻഡ് ഐഡന്റിഫൈ ദ പാർട്സ് ലേബിൾഡ് ആസ് എ ബി സി ആൻഡ് ഡി. ഓക്കെ, ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പോൾ യൂഷ്വലായിട്ട് ഭയങ്കരമായിട്ട് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? എന്താ? എല്ലാവർക്കും അറിയാം, വാസ് ഡിഫറൻസ് ആണ് എ. ബി എന്താ? ബി ഇസ് യുറേത്ര. ബി എന്താണ്? യുറേത്ര. സി കാണുന്നത് ഇതല്ലേ? സി എന്താ? എപ്പിഡിഡിമിസ്. ഓക്കെ, ഡി എന്താ? ഡി ഉള്ളിൽ നിന്നല്ലേ വരുന്നത്. ഡി ആകുമ്പോൾ റീറ്റേ ടെസ്റ്റിസ്. നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുക കേട്ടോ. റീറ്റേ ടെസ്റ്റിസ്. ഇതാണെന്ത്? ഈ ഡയഗ്രത്തിന്റെ ആൻസർ നടന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഫെക്ഷൻ ഓർ ഡിസീസ് വിച്ച് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ സെക്ഷൽ ഇന്റർകോഴ്സ് ആർ കളക്റ്റീവ്ലി കോൾഡ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. നെയിം എനി 2 STs. ഇതാണ് ഒരു ക്ലാസിക്കൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെയിം എനി 2 ST. നമുക്കറിയാം ഗൊണോറിയ. ഓക്കെ, ഗൊണോറിയ. ഗുണം ഏറിയാൽ ഗൊണോറിയ. ഓക്കെ, സിഫിലിസ്. ഓക്കെ, സിഫിലിസ്. HIV ഇൻഫെക്ഷൻ. ഓക്കെ അല്ലേ? ജനൈറ്റൽ ഹെർപ്പിസ്. ഹെപ്പറ്റൈറ്റിസ് ബി. സജസ്റ്റ് എനി 2 മെത്തേഡ്സ് ടു പ്രിവെന്റ് STI. എന്തൊക്കെ മെത്തേഡ്സ് നമുക്ക്
യൂസ് ചെയ്യാം? സ്വൈപ്പ് എന്ന പാട്ടൊന്ന് കട്ട് ചെയ്യണേ. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താ? അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ണർ മൾട്ടിപ്പിൾ പാർട്ണർ, യൂസ് കോണ്ടംസ് ഡ്യൂറിംഗ് സെക്ഷൻ ഇന്റർകോഴ്സ്, ഇഫ് എനി സിംറ്റംസ് വിതൗട്ട് എനി ഡിലേ എന്താ കൺസൾട്ട് എ ഫിസിഷ്യൻ. ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം. എ വൈഡ് റേഞ്ച് ഓഫ് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ആർ പ്രസന്റ്ലി അവൈലബിൾ. നെയിം 2 സർജിക്കൽ മെത്തേഡ്സ്. ഏതാണ് 2 സർജിക്കൽ മെത്തേഡ് ഏതൊക്കെയാണ്? ഒന്ന് ട്യൂബക്ടമി. വാട്ട് ഇസ് ട്യൂബക്ടമി? കട്ടിംഗ് ആൻഡ് ടൈയിങ് ഓഫ് ഫെലോപ്പിയൻ ട്യൂബ്. രണ്ടാമത്തെ എന്താ? വാസെക്ടമി ആർ കട്ടിംഗ് ആൻഡ് ടൈയിങ് ഓഫ് വാസ് ഡിഫറൻസ്. ഓക്കെ, ഗീവ് 2 എക്സാമ്പിൾസ് ഫോർ കോപ്പർ റിലീസിങ് IUD. കോപ്പർ റിലീസിങ് IUD എന്ന് പറയുമ്പോൾ കോപ്പർ 7, കോപ്പർ T, മൾട്ടിലോഡ് 375. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സയന്റിഫിക്കലി ഇറ്റ് ഈസ് കറക്റ്റ് ടു സേ ദാറ്റ് സെക്സ് ഓഫ് ദ ബേബി ഈസ് ഡിറ്റർമിൻഡ് ബൈ ഫാദർ ആൻഡ് നോട്ട് ബൈ മദർ. ഓക്കെ, ഡു യു അഗ്രി വിത്ത് സ്റ്റേറ്റ്മെന്റ്? ആദ്യം ഒരു ഡു യു അഗ്രി വിത്ത് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എസ് ഓർ നോ പറയണം. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഫാദർ ആണ് സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്ന, ആരല്ല? മദർ അല്ല. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. അപ്പം നമ്മൾ എന്തുണ്ട്? സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നുണ്ട്. ജസ്റ്റിഫൈ യുവർ ആൻസർ. അതായത് ആരാണോ ഹെട്രോഗ്യാമിറ്റി ആരാണോ അയാളാണ് എന്ത് ചെയ്യുക? സെക്സ് ഡിറ്റർമിൻ ചെയ്യുക. ഹെട്രോഗ്യാമിറ്റി ആരാണോ അയാൾ സെക്സ് ഡിറ്റർമിൻ ചെയ്യും. അപ്പൊ നമ്മളുടെ കേസിൽ നോക്കുകയാണെങ്കിൽ, നമ്മളുടെ ഒരു ആണ് നോക്കുകയാണെങ്കിൽ XY ആണ് നമ്മളുടെ സെക്സ് ഡിറ്റർമിൻ XY ആണ് സെക്സ് ക്രോമസോംസ്. ഒരു ഫീമെയിൽ നോക്കുകയാണെങ്കിൽ XX ആണ്. ആരാ ഹെട്രോഗ്യാമിറ്റി? ഹിയർ മെയിൽ ഈസ് എ ഹെട്രോഗ്യാമിറ്റി. ഓക്കെ, ഫീമെയിൽ എന്തല്ല? ഹെട്രോഗ്യാമിറ്റി അല്ല. അപ്പൊ 2 ടൈപ്പ് ഗ്യാമിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആളാരാ? അയാളാണ് കുട്ടിയുടെ സെക്സിനെ ഡിറ്റർമിൻ ചെയ്യുക. ഓക്കെ അല്ലേ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മയോമെട്രിയം ആൻഡ് എൻഡോമെട്രിയം. അപ്പോൾ നമ്മൾ യൂട്രസ് എടുത്താൽ യൂട്രസിന് 3 ലെയർ ഉണ്ട്. ഏതൊക്കെയാണ്? പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. അപ്പോൾ മയോമെട്രിയം എന്ന് പറയുമ്പോൾ ഓക്കെ, മിഡിൽ ലെയർ ഓഫ് യൂട്രസ് ആണ് മയോമെട്രിയം. ഓക്കെ അല്ലേ? എൻഡോമെട്രിയം എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് എൻഡോമെട്രിയം? എൻഡോമെട്രിയം എന്ന് പറയുമ്പോൾ ഇന്നർ ലെയർ ഓഫ് യൂട്രസ്. ഓക്കെ, എൻഡോമെട്രിയം എന്ന് പറയുമ്പോൾ ഇന്നർ ലെയർ ഓഫ് യൂട്രസ് ആണ് എന്ത്? എൻഡോമെട്രിയം. സ്പെർമാറ്റോജെനിസിസ് ആൻഡ് oogenesis പേര് തന്നെ ഉണ്ട്. ദ ഫോർമേഷൻ ഓഫ് സ്പെർം ഈസ് കോൾഡ് സ്പെർമാറ്റോജെനിസിസ്, ദ ഫോർമേഷൻ ഓഫ് ഓവം ഈസ് കോൾഡ് oogenesis. ഓക്കെ അല്ലേ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, പ്ലസൻഡ ഓൾസോ ആക്ട് ആസ് ആൻ എൻഡോക്രൈൻ ടിഷ്യൂ. പ്ലസൻഡയ്ക്ക് ഒരു എൻഡോക്രൈൻ ടിഷ്യൂ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് പ്രൊഡ്യൂസസ് സെവറൽ ഹോർമോൺസ്, കുറേ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നെയിം എനി 2 പ്ലാസെന്റൽ ഹോർമോൺസ്. ഏതൊക്കെയാണ്? HCG, ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോഫിൻ, ഹ്യൂമൻ പ്ലസെന്റൽ ലാക്ടോജൻ, HPL. പിന്നെ എന്തുണ്ട്? പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈസ്ട്രജൻ സെക്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആൻസർ എഴുതുമ്പോൾ എല്ലാവരും HCG-ഉം HPL എഴുതാൻ ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ പ്രൊജസ്ട്രോണും ഈസ്ട്രജനും വേറെയും നമ്മുടെ ഓവറിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ. ഓക്കെ, പ്ലാസെന്റ മാത്രം സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് HCG-ഉം HPL. ഓക്കെ, റൈറ്റ് 2 ഫംഗ്ഷൻസ് ഓഫ് പ്ലാസെന്റ അതർ ദാൻ എൻഡോക്രൈൻ ഫംഗ്ഷൻ. ഓക്കെ, ഏതൊക്കെയാണ്? പ്രൊവൈഡ് റെസ്പിറേറ്ററി ഗ്യാസ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഗ്യാസ് ഫോർ ഫീറ്റസിന് റെസ്പിറേറ്ററി ഗ്യാസ് എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഗ്യാസ് എക്സ്ചേഞ്ച്. ഓക്കെ, പ്രൊവൈഡ് ന്യൂട്രീഷൻ, കുട്ടിക്ക് എന്ത് ചെയ്യും? ഫുഡ് പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് എന്താ? റിമൂവൽ ഓഫ് എക്സ്ക്രീറ്ററി വേസ്റ്റ്. ഓക്കെ, ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ദ ഗ്രാഫ് ഗിവൺ ഷോസ് ദ ഓവേറിയൻ ഇവന്റ് ഓവേറിയൻ ഹോർമോൺ ലെവൽസ് ഡ്യൂറിംഗ് മെൻസ്ട്രൽ സൈക്കിൾ. ഐഡന്റിഫൈ A and B. ഓക്കെ, ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ നമ്മൾ 2 കാര്യങ്ങൾ നോക്കണ്ടേ? 14th ഡേ നോക്കുക. ഓക്കെ, 14th ഡേന് ശേഷം കുറയുന്ന ഹോർമോൺ ഈസ്ട്രജൻ ആണ്. 14th ഡേന് ശേഷം കുറയുന്ന ഹോർമോൺ ഈസ്ട്രജൻ ആണ്. 14th ഡേ കഴിഞ്ഞാൽ കൂടുന്ന ഹോർമോൺ ആരാടാ? പ്രൊജസ്ട്രോൺ ആണ്. ഇതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡബിൾ പീക്ക് ഹോർമോൺ. കണ്ടോ, 2 പീക്ക് ഉണ്ട്. ഓക്കെ, ഡബിൾ പീക്ക് ഹോർമോൺ ആരാ? ഡബിൾ പീക്ക് ഹോർമോൺ ആരാ? ഈസ്ട്രജൻ. ഓക്കെ, സിംഗിൾ പീക്ക് ഹോർമോൺ ആരാ? പ്രൊജസ്റ്റിറോൺ. ആരാണ്? പ്രൊജസ്റ്റിറോൺ. നോക്കാം, സിംഗിൾ പീക്ക് എവിടെ? ഇതാണ് ഒറ്റ പീക്ക്, ഒരു പീക്കുള്ളൂ, ഒരൊറ്റ ഉയർച്ചയേ ഉള്ളൂ. ഇത് നോക്കുമ്പോൾ 2 ഉയർച്ച ഉണ്ടെങ്കിൽ അത് ഈസ്ട്രജൻ ആണ്. ഒറ്റ ഉയർച്ച ഉണ്ടെങ്കിൽ അത് പ്രൊജസ്ട്രോൺ. അല്ലെങ്കിൽ 14th ഡേ നോക്കാം. 14th ഡേന്റെ ശേഷം കുറയുന്ന ഹോർമോൺ ഈസ്ട്രജൻ, കൂടുന്ന ഹോർമോൺ പ്രൊജസ്ട്രോൺ. റൈറ്റ് ദ ഒവേറിയൻ ഇവന്റ്സ് ഡ്യൂറിംഗ് ലൂട്ടിയൽ ഫേസ്. ഓക്കെ, അപ്പോൾ എന്താണ് ലൂട്ടിയൽ ഫേസ് നടക്കുന്ന ഒവേറിയൻ ഇവന്റ്? ഓക്കെ, അപ്പോൾ ലൂട്ടിയൽ ഫേസിൽ എന്താ നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം. ഓക്കെ, അതായത് ലൂട്ടിയൽ ഫേസ് ആണ് നമുക്ക് പറയാനുള്ളത്. ലൂട്ടിയൽ ഫേസ്
ലൂട്ടിയൽ ഫേസിൽ ഓവറിൽ നടക്കുന്ന കേട്ടോ, ഓവറിൽ നടക്കുന്ന ഇവൻ്റാണ് പറയുന്നത്. അപ്പോൾ ലൂട്ടിയൽ ഫേസിൽ എന്തുകൊണ്ടാണ് ലൂട്ടിയൽ ഫേസ് എന്ന് വിളിക്കാൻ കാരണം കോർപ്പസ് ലൂട്ടിയം ഈസ് ഫോംഡ്. കോർപ്പസ് ലൂട്ടിയം ഈസ് ഫോംഡ് എവിടെ? ഓവറിൽ. ഓക്കെ, കോർപ്പസ് ലൂട്ടിയം ഫോംഡ്. ലൈഫ് സ്പാൻ ഓഫ് കോർപ്പസ് ലൂട്ടിയം, ലൈഫ് സ്പാൻ ഓഫ് കോർപ്പസ് ലൂട്ടിയം എത്ര? 14 days. കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് പ്രൊജസ്റ്റിറോൺ സെക്രീറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ 14 ദിവസം കഴിഞ്ഞ് എന്ത് സംഭവിക്കടാ? കോർപ്പസ് ലൂട്ടിയം വിൽ ഡീജനറേറ്റ്. ആഫ്റ്റർ 14 days കോർപ്പസ് ലൂട്ടിയം വിൽ ഡീജനറേറ്റ്. കോർപ്പസ് ലൂട്ടിയം എന്ത് ചെയ്യും? ഡീജനറേറ്റ് ചെയ്യും. ഇതാണെന്ത്? ലൂട്ടിയൽ ഫേസിൽ ഓവറിൽ നടക്കുന്ന ഇവന്റ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ IUD? IUD എന്ന് പറയുമ്പോൾ ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്. ഓക്കെ, ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് ആണിത് IUD. നെയിം 1 കോപ്പർ റിലീസിംഗ് ആൻഡ് 1 ഹോർമോൺ റിലീസിംഗ്. IUD ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3. ഓക്കെ, ഒന്ന് നോൺ മെഡിക്കേറ്റഡ് IUD, 2 കോപ്പർ റിലീസിംഗ് IUD, 3 ഹോർമോൺ റിലീസിംഗ് IUD. ഓക്കെ അല്ലേ? കോപ്പർ റിലീസിംഗ് IUD എന്ന് പറയുമ്പോൾ കോപ്പർ 7, കോപ്പർ T, മൾട്ടിലോഡ് 375. ഹോർമോൺ റിലീസിംഗ് IUD എന്ന് പറയുമ്പോൾ പ്രൊജസ്റ്റേഴ്സേർട്ട്, പിന്നെ LNG-20 എന്ന് പറയുമ്പോൾ ലിവോനോർഗാസ്ട്രോൾ 20. ഓക്കെ, ലിവോനോർഗാസ്ട്രോൾ 20. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഫിഗർ ആൻഡ് ലേബൽ ദ പാർട്സ് മാർക്ക്ഡ് ആസ് ABC. ഓക്കെ, എന്താ? A ഇസ് അക്രോസോം. എന്താണ്? അക്രോസോം. അക്രോസോം കണ്ടെയ്ൻ അക്രോസോമിയൽ എൻസൈംസ്. ഓക്കെ അല്ലേ? B എന്താ? മിഡിൽ പീസ്. C tail. ഓക്കെ, C tail. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ആണ്, write the functions of following structure in human reproduction. Leydig cell produce androgen. Corpus luteum produce progesterone. Okay, progesterone. Okay അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നെയിം ദ ക്യാപ് ലൈക്ക് സ്ട്രക്ചർ പ്രസന്റ് ഇൻ സ്പേം ഹെഡ്. ഏതാടാ? അക്രോസോം. ഏതാണ്? അക്രോസോം. റൈറ്റ് ഇറ്റ്സ് ഫംഗ്ഷൻ. അക്രോസോം contain acrosomial enzymes which helps to penetrate the layers of ovum. Okay അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, identify the 2 types of cells inside lined on the inside of seminiferous tubules. distinguish their function. അപ്പോൾ seminiferous tubules നോക്കിയാൽ lined by 2 types of cells. ഏതൊക്കെയാണ്? ഒന്ന് സ്പെർമാറ്റോഗോണിയ. ഓക്കെ, സ്പെർമാറ്റോഗോണിയൻ്റെ ഫംഗ്ഷൻ എന്താ? വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് സ്പെർമാറ്റോഗോണിയ? ഇറ്റ് ചേഞ്ചസ് ഇൻ ടു സ്പേം. അല്ലെങ്കിൽ ഇറ്റ് പ്രൊഡ്യൂസ് സ്പേം ആയിട്ട് മാറും. ഓക്കെ, രണ്ടാമത്തെ സെല്ലാണ് സെർട്ടോളി സെൽ. ഓക്കെ, സെർട്ടോളി സെല്ല് അതന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് പ്രൊവൈഡ് ഫുഡ് ന്യൂട്രീഷൻ ഫോർ ഡെവലപ്പിംഗ് സ്പേം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, മെൻഷൻ 2 പ്രോഗ്രാംസ് ഇംപ്ലിമെന്റഡ് ഇൻ ഇന്ത്യ ടു അറ്റൈൻ ടോട്ടൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഒന്ന് ഫാമിലി പ്ലാനിങ്. ഓക്കെ, ഈ ഫാമിലി പ്ലാനിങ് ആണ് പിന്നെ എന്തായിട്ട് മാറിയത്? RCH പ്രോഗ്രാമായിട്ട് മാറുന്നത്, റീപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നോക്കാം, ഹൗ മെനി സ്പെർമാറ്റോസോയ ആൻഡ് ഓവർ പ്രൊഡ്യൂസ്ഡ് ഫ്രം 25 പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആൻഡ് 25 പ്രൈമറി oocyte. അപ്പോൾ 25, അപ്പോൾ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് നോക്കാം, ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് 4 എണ്ണം. ഓക്കെ, അപ്പോൾ 25 പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 100 സ്പെർം ഉണ്ടാവും. ഓക്കെ, ഒരു പ്രൈമറി oocyte നിന്ന് ഒരു ഓവമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 25 പ്രൈമറി oocyte നിന്ന് എത്ര ഓവം ഉണ്ടാവും? 25 ഓവം ഉണ്ടാവും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സ്പെർമിയോജെനസിസ് ആൻഡ് സ്പെർമിയേഷൻ. വാട്ട് ഈസ് സ്പെർമിയോജെനസിസ്? കൺവേർഷൻ ഓഫ് സ്പെർമാറ്റിഡ് ഇൻടു സ്പേം ആക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനാണ് എന്താ പറയുക? സ്പെർമിയോജെനസിസ്. വാട്ട് ഈസ് സ്പെർമിയേഷൻ മീൻസ് റിലീസ് ഓഫ് സ്പേം ഫ്രം സെമിനിഫറസ് ട്യൂബിൾ നിന്ന് സ്പെർമിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ എന്ത് പറയടാ? സ്പെർമിയേഷൻ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് സൂട്ടബിൾ ടേംസ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്. ഓക്കെ, ബാരിയർ മെത്തേഡ്. കോണ്ടം ഉണ്ട്, കോണ്ടത്തിന് വരുന്ന ഏതാ? വോൾട്ട്. ഓക്കെ, ഇതാണ് വോൾട്ട് ആണ് ഇവിടെ വരുന്നത്, വോൾട്ട്.
ഓക്കെ, കോപ്പർ റിലേസിങ് IUD. കോപ്പർ റിലേസിങ് IUD എന്ന് പറഞ്ഞാൽ കോപ്പർ T ഉണ്ട്, മൾട്ടിലോഡ് 375 ഉണ്ട്, മൾട്ടിലോഡ് 375. ഓക്കെ, നാച്ചുറൽ മെത്തേഡ് കോയിറ്റസ് ഇന്ററപ്റ്റസ്, പിന്നെ ആരുണ്ട് പീരിയോഡിക് ആബ്സ്റ്റിനൻസ് വരുന്നുണ്ട്. ഓക്കെ, സർജിക്കൽ മെത്തേഡ് വാസക്ടമി ഉണ്ടെങ്കിൽ പിന്നെ ആരുണ്ടാവും ട്യൂബക്ടമി. ഇത് വരും ട്യൂബക്ടമി. ഓക്കെ അല്ലേ, ട്യൂബക്ടമി. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം. ക്വസ്റ്റൻ ഇതാണ്, ദ വാൾ ഓഫ് യൂട്രസ് ഹാസ് 3 layers ഓഫ് ടിഷ്യൂസ്. നെയിം 3 layers ഓഫ് യൂട്രൈൻ വാൾ. ഏതൊക്കെയാടാ? 1 പെരിമെട്രിയം, 2 മയോമെട്രിയം, 3 എൻഡോമെട്രിയം. ഓക്കെ, among these 3 layers which layers glandular and undergo cyclical changes during menstrual cycle? ഏതാണ്? എൻഡോമെട്രിയം. ഏതാണ്? എൻഡോമെട്രിയം. ഓക്കെ അല്ലേ, ക്വസ്റ്റ്യൻ നോക്കാം. Fill in the blanks to complete the schematic representation. ഓക്കെ, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, ഇത് ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. ഓക്കെ, ഡിസ്കസ്ഡ്. ഓക്കെ, ഫൈൻ. അപ്പോൾ നോൺ മെഡിക്കേറ്റഡ് IUD എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ലിപ്സ് ലൂപ്പ് ആണ്. ഓക്കെ, ലിപ്സ് ലൂപ്പ് ബാക്കി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എനി 4 ഒബ്ജക്റ്റീവ്സ് ഓഫ് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസ്. ഓക്കെ, ഒന്നാമത്തെ പറയുന്നത് സെക്സ് എഡ്യൂക്കേഷൻ. ഓക്കെ, സെക്സ് എഡ്യൂക്കേഷൻ ഇൻ സിലബസ്. 2 മെൻസ്ട്രൽ ഹൈജീൻ. ഓക്കെ, മെൻസ്ട്രൽ ഹൈജീൻ. അവരെന്ത് മെൻസ്ട്രൽ ഹൈജീനെ പറ്റി ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി. എങ്ങനെയാണ് അവർ, ക്വസ്റ്റ്യൻ ഇതാണ്, RCH പ്രോഗ്രാം വഴി എങ്ങനെയാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നമ്മുടെ സൊസൈറ്റിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തതുണ്ടോ? മെൻസ്ട്രൽ ഹൈജീനെ പറ്റി ക്ലാസ് എടുത്തു. ഓക്കെ, 3 പറയുന്നത് അവയർനെസ് അബൌട്ട് ദേ മേക്ക് അവയർനെസ് അബൌട്ട് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിലുള്ള അവരുടെ അവയർനെസ് എന്ത് ചെയ്തു? ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്തു. ഓക്കെ, 4 ഓക്കെ ഇമ്പോർട്ടൻസ് ഓഫ് ജെൻഡർ ഇക്വാലിറ്റി. പണ്ടുണ്ടായിരുന്ന പെൺഭ്രൂണ ഹത്യയൊക്കെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചു അവർ. ആദ്യം അതിന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ അല്ലേ, ഏതാണ് അവർ 4 ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് എനി 4 ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെർമാറ്റോജനസിസ് ആൻഡ് oogenesis. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. oogenesis ആദ്യം ഡെഫിനിഷൻ. ഓക്കെ, ആദ്യം പറയാം ഡെഫിനിഷൻ. ഓക്കെ, ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ഫോർമേഷൻ ഓഫ് സ്പേം ഫ്രം ടെസ്റ്റിസ്, ഫോർമേഷൻ ഓഫ് ഓവം ഇൻ ഓവറി. ഓക്കെ, സ്പെർമാറ്റോജനസിസ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഓക്കെ, ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇതെന്താണ്? ഒരു ഡിസ്കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഡിസ്കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഓക്കെ അല്ലേ, സ്റ്റാർട്ട്സ് അറ്റ് പ്യൂബർട്ടി. ഓക്കെ, പ്യൂബർട്ടിയിൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ അല്ലേ, ഇത് സ്റ്റാർട്ട്സ് അറ്റ് എംബ്രിയോണിക് പീരീഡ് കേട്ടോ, എംബ്രിയോണിക് പീരീഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം oogenesisൽ എന്തുണ്ടാവും? പോളാർ ബോഡി ഉണ്ടാവും. പോളാർ ബോഡി ഫോർമേഷൻ. നോ പോളാർ ബോഡി ഫോർമേഷൻ. 4 ഡിഫറൻസ് ആയി. ഓക്കെ അല്ലേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിമൻ സം ഹോർമോൺസ് ആർ സെക്രീറ്റഡ് ബൈ ഡ്യൂറിംഗ് പ്രഗ്നൻസി. നെയിം എനി സച്ച് ഹോർമോൺസ്. ഏതൊക്കെയാണ്? പ്ലാസന്റ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ HCG, ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടോജൻ. ഓക്കെ അല്ലേ, ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, മാച്ച് ദ ഫോളോയിങ്. LH surge എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും? ഓവുലേഷൻ ഉണ്ടാവും. ലേഡിക് സെൽ സെക്രീറ്റ് ആൻഡ്രോജൻ. ആംബുലർ എസ്തമിക് ജംഗ്ഷനിൽ ഫെർട്ടിലൈസേഷൻ ഉണ്ടാവും. സെർട്ടോളി സെല്ലിൽ എന്ത് ചെയ്യും? ന്യൂട്രീഷൻ ടു സ്പെർമാറ്റിഡ്സ്. ഓക്കെ അല്ലേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഫസ്റ്റ് ചൈൽഡ് ഓഫ് കപ്പിൾ വാസ് അഫക്റ്റഡ് വിത്ത് സിക്കിൾ സെൽ അനീമിയ. ഓക്കെ, നമുക്ക് എന്താ തന്നിട്ടുണ്ട്? പെഡിഗ്രി ചാർട്ട് തന്നിട്ടുണ്ട്. ഈ സിമ്പിൾസ് എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ നോക്കാം. ഫസ്റ്റ് A എന്ന് പറയുന്ന സിമ്പിൾ. ഓക്കെ, മെയ്റ്റിംഗ് വിത്ത് നോൺ റിലേറ്റീവ്സ്. ഓക്കെ, മെയ്റ്റിംഗ് വിത്ത് കുടുംബക്കാർ തമ്മിൽ കല്യാണം കഴിക്കുന്നില്ല കേട്ടോ. മേറ്റിംഗ് വിത്ത് നോൺ റിലേറ്റീവ്സ് അല്ല. ഓക്കെ, ഇനി അതാണ് A. ഓക്കെ, B എന്താ? ഈ 2 വരെ വന്നു കഴിഞ്ഞാൽ എന്താണ്? റിലേറ്റീവ്സ്. കൺസാൻജിനസ് മാരേജ് എന്നാണ് പറയുന്നത്. എന്താ പറയും? കൺസാൻജിനസ് മാരേജ് എന്ന് പറയും. കൺസാൻജിനസ് മാരേജ് എന്ന് പറയുമ്പോൾ കസിൻസ് തമ്മിൽ എന്ത് ചെയ്യുക? കല്യാണം കഴിക്കുക. നെക്സ്റ്റ് എന്താ? അഫക്റ്റഡ് ഫീമെയിൽ. ഓക്കെ, ഇതെന്താണ്? ഒരു നോർമൽ മെയിലാണ്. ഓക്കെ, നോർമൽ മെയിലാണ് ഈ കാണുന്നത്. ഇതാണ് ഇത് പെഡിഗ്രി അനാലിസിസ് നടന്നത്. ഓക്കെ അല്ലേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെൻ എൻ എക്സ്പെരിമെന്റ് ഓൺ സ്നാപ്ഡ്രാഗൺ ഓക്കെ കണ്ടക്ടഡ് കുമാർ ഗോട്ട് ദ ഫ്ലവർ റേഷ്യോ റെഡ് 1 ഉണ്ട്, പിങ്ക് 2 ഉണ്ട്, വൈറ്റ് 1 ഉണ്ട്. ഡസ് ഇറ്റ് ഫോളോ മെന്റലി ഇൻഹെറിറ്റൻസ്? നമ്മളൊരു ക്രോസ് എടുത്ത് കഴിഞ്ഞാൽ മെന്റലി ഇൻഹെറിറ്റൻസ് ആണെങ്കിൽ എന്ത് പറയുന്നത്? 3:1 ആണ് പറയുന്നത്. 3:1 റേഷ്യോയിലാണ് വരുന്നത്. ഇത് 3:1 റേഷ്യോ ആണ്, അല്ല 1:2:1 ആണ്. ഇത് ഒരിക്കലും എന്തെയില്ല മെന്റലി ഇൻഹെറിറ്റൻസ് ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ വൈ ഡസ് ഇറ്റ് ഫോളോ മെന്റലി ഇൻഹെറിറ്റൻസ്? നോ. ഓക്കെ, നോ. എന്തല്ല, ഫിനോടൈപ്പ് റേഷ്യോ അങ്ങനെ വരുന്നില്ല. ഈ ഇൻഹെറിറ്റൻസ് വിളിക്കുന്ന പേരെന്താ? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. എന്ത് പറയും? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അമിനോ ആസിഡ് സീക്വൻസ് തന്നിട്ടുണ്ട്. വിച്ച് വൺ ഈസ് ദ ഹീമോഗ്ലോബിൻ ഓഫ് സിക്കിൾ സെൽ അനീമിക് പേഷ്യൻറ്റ്? ഓക്കെ, നമുക്കറിയാം ബീറ്റാ ചെയിൻ്റെ 6th പൊസിഷൻ. ബീറ്റാ ചെയിൻ്റെ 6th പൊസിഷന്
ആര് പോകണം? ഗ്ലൂട്ടാമിക് ആസിഡ് ഗോ, ഗ്ലൂട്ടാമിക് ആസിഡ് ഗോ, വാലിൻ വെൽക്കം, ഗ്ലൂട്ടാമിക് ആസിഡ് പോയിട്ട് വാലിൻ വരണം. അപ്പോൾ ഒന്നാമത്തെ ചെയ്ത് നോക്കാം, വാൽ ഹിസ് ലൂത്രോ പ്രോ ഗ്ലൂ, ഇവിടെ ഗ്ലൂട്ടാമിക് ആസിഡ് തന്നെയാണ് ഉള്ളത്. ഓക്കെ, ഗ്ലൂട്ടാമിക് ആസിഡ് പോയിട്ടില്ല. പക്ഷേ രണ്ടാമത് നോക്കുമ്പോൾ വാൽ ഹിസ് ലൂത്രോ പ്രോ ഗ്ലൂട്ടാമിക് ആസിഡ് ആരാളെ? വാലിൻ ഉള്ളത്. അപ്പോൾ ആര് പോയി? ഗ്ലൂട്ടാമിക് ആസിഡ് പോയിട്ട് വാലിൻ വന്നു. അപ്പോൾ ഏത് ചെയിനാടാ സിക്കിൾ സെൽ അനീമിയക്ക്? രണ്ടാമത്തെ ചെയിൻ. ഗീവ് റീസൺ ഫോർ ഇറ്റ്. ഓക്കെ, അപ്പോൾ 6th പൊസിഷനിൽ എന്ത് മാറി? ഗ്ലൂട്ടാമിക് ആസിഡ് ഗോ, വാലിൻ വെൽക്കം. ഓക്കെ അല്ലേ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം. ക്വസ്റ്റൻ ഇതാണ്, കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ക്രോമസോമൽ ഡിസോർഡർ. ഓക്കെ, ട്രൈസോമി അറ്റ് 21st ഏതാ? ഡൗൺ സിൻഡ്രോം. ഇനി ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുമ്പോൾ ക്ലൈൻഫെൽട്ടേഴ്സ്. ഓക്കെ, ക്ലൈൻഫെൽട്ടേഴ്സ് സിൻഡ്രോം. കാരിയോടൈപ്പ് എന്ന് പറയുമ്പോൾ 47 ആണ് വരിക. 47 അതിൽ XXY ഉണ്ടാവും, XXY. ടേണർ സിൻഡ്രോം എന്ന് പറയുമ്പോൾ സിംറ്റംസ്, ടേണർ സിൻഡ്രോമിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഒന്ന് സ്റ്റെറൈലാണ്, പേഷ്യന്റിന് പൊക്കം ഉണ്ടാവില്ല, വെബ്ഡ് നെക്ക് ഉണ്ടാവും. ഓക്കെ, വെബ്ഡ് നെക്ക്. ഇതാണ് എന്ത് ഈ ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം. ഇൻ എ ക്രോസ് ബിറ്റ്വീൻ, ഓക്കെ, വൈറ്റ് ഫ്ലവറും എല്ലാം ക്രോസ് ചെയ്യുന്നു. നെയിം ദ ഇൻഹെറിറ്റൻസ് പാറ്റേൺ മെൻഷൻഡ് ഹിയർ. ഇതെന്താ? റെഡ് ഫ്ലവർ ഉണ്ട്, വൈറ്റ് ഫ്ലവർ ഉണ്ട്, പിങ്ക് ഫ്ലവർ ഉണ്ട്. ഇതേതാ? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. ഓക്കെ, നമ്മളെ സ്നാപ് ഡ്രാഗന്റെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ് എന്ത് ഈ പറയുന്നത്. ഓക്കെ അല്ലേ? F1 was self pollinated and F2 was obtained. What is the genotypic ratio, phenotypic ratio of F1 and F2? ഏതാ? അത് നമുക്ക് എല്ലാവർക്കും കാണാണ്ട് പഠിക്കാം. 1:2, 2:1 ആണ് എന്ത് വരാ? ഫിനോട്ടിപ്പിക് ആൻഡ് ജീനോട്ടിപ്പിക് റേഷ്യോ വരുന്നത്. മെൻഷൻ എ പ്ലാന്റ് വിച്ച് ഷോ ദ ഇൻഹെറിറ്റൻസ്. ഏതാ? സ്നാപ് ഡ്രാഗൺ. എന്ത് പറയും? സ്നാപ് ഡ്രാഗൺ. അല്ലെങ്കിൽ എന്ത് പറയും? ഡോഗ് ഫ്ലവർ. എന്ത് പറയും? ഡോഗ് ഫ്ലവർ. അല്ലെങ്കിൽ എന്ത് പറയും? വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് ആന്റി റൈനം മജൂസ് എന്ന് പറയും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, മാച്ച് ദ ഫോളോയിങ്. തലാസീമിയ എന്ന് പറയുന്നത് ഒരു ഓട്ടോസോമൽ റെസിസീവ് ഡിസോർഡർ ആണ്. ഓക്കെ അല്ലേ? ഓട്ടോസോമൽ റെസിസീവ് ഡിസോർഡർ ഏതാ? തലാസീമിയ. A3. ഹീമോഫീലിയ എന്താണ്? ഒരു സെക്സ് ലിങ്ക്ഡ് റെസിസീവ് ഡിസോർഡർ ആണ് ഹീമോഫീലിയ. ഡൗൺ സിൻഡ്രോം, ട്രൈസോമി അറ്റ് 21st, ക്ലിൻഫെൽട്ടേഴ്സ്, ഗൈനക്കോമാസ്റ്റിയ. ഗൈനക്കോ മീൻസ് സംതിങ് റിലേറ്റഡ് ടു വിമൻ. ഓക്കെ, ഗൈനക്കോളജി കേട്ടില്ലേ? ഗൈനക്കോ. മാസ്റ്റിയ മീൻസ് ബ്രസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം. വേരിയസ് സിമ്പിൾസ് ആർ യൂസ് ഇൻ ഹ്യൂമൻ പെഡിഗ്രി. ഐഡന്റിഫൈ. നമ്മൾ പറഞ്ഞു കൺസാൻജിനസ് മാരേജ്, 2 വര വന്ന കൺസാൻജിനസ് മാരേജ്. ഓക്കെ, ഇത് സെക്സ് അൺസ്പെസിഫൈഡ്. എന്താ സെക്സ് അൺസ്പെസിഫൈഡ് എന്ന് പറഞ്ഞാൽ? അതായത് എനിക്ക് 4 കുട്ടികളുണ്ടായി. അപ്പോൾ ഞാൻ അവരുടെ എന്ത് സ്പെസിഫൈ ചെയ്യുന്നില്ല, ആണാണോ പെണ്ണാണോ എന്ന് പറയില്ല. എനിക്ക് 4 കുട്ടികളുണ്ട് എന്ന് മാത്രം പറയുന്നതാണ് സെക്സ് അൺസ്പെസിഫൈഡ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം. ക്വസ്റ്റൻ ഇതാണ്, TH മോർഗൻ ഡയഹൈബ്രിഡ് കോഴ്സ് ഡ്രോസോഫൈലിനെ യൂസ് ചെയ്തു. എന്തുകൊണ്ടാണ് ഡ്രോസോഫൈലിനെ യൂസ് ചെയ്യാനുള്ള റീസൺ? ഓക്കെ, ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഡ്രോസോഫൈലിനെ പെട്ടെന്ന് കൾച്ചർ ചെയ്യാൻ പറ്റും. ഈസി ടു കൾച്ചർ. ഓക്കെ, ഈസിലി കൾച്ചറബിൾ. ഓക്കെ, ഒരു റീപ്രൊഡക്ഷൻ തന്നെ ഓക്കെ, തൗസൻഡ്സ് ഓഫ് പ്രോജനീസ് ഉണ്ടാവും. ആയിരക്കണക്കിന് കുട്ടികളുണ്ടാവും. തൗസൻഡ്സ് ഓഫ് പ്രോജനീസ്, ലാർജ് നമ്പർ ഓഫ് പ്രോജനീസ് ഉണ്ടാവും. അതാണ് രണ്ടാമത്തെ റീസൺ. ഈസി ടു പിന്നെന്താ? ലോ കോസ്റ്റ് ആണ്. ഓക്കെ, ചിലവൊന്നും വേണ്ട, വേറെ ഭയങ്കര മെയിൻ്റനൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത്ര മതി കേട്ടോ. ഒരു 3 റീസണെങ്കിലും പഠിച്ചു വെക്കാം. ഓക്കെ അല്ലേ? ശരി, നെക്സ്റ്റ്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മെയിൽ ഹെട്രോഗാമിറ്റി ആൻഡ് ഫീമെയിൽ ഹെട്രോഗാമിറ്റി. അപ്പോൾ മെയിൽ ഹെട്രോഗാമിറ്റി എന്ന് പറയുമ്പോൾ മെയിലാണ് 2 ടൈപ്പ് ഗ്യാമിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. മെയിൽ പ്രൊഡ്യൂസ് 2 ടൈപ്പ് ഗ്യാമിറ്റ്. ഫീമെയിൽ ഹെട്രോഗാമിറ്റി എന്ന് പറയുമ്പോൾ ഫീമെയിൽ പ്രൊഡ്യൂസ് 2 ടൈപ്പ് ഓഫ് ഗ്യാമിറ്റ്. ഓക്കെ അല്ലേ? മെയിൽ ഹെട്രോഗാമിറ്റി മെയിൽ 2 ടൈപ്പ് ഗ്യാമിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഫീമെയിൽ ഹെട്രോഗാമിറ്റി ഫീമെയിൽ 2 ടൈപ്പ് ഗ്യാമിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ മെയിൽ ഹെട്രോഗാമിറ്റിൽ മെയിലാണ് സെക്സ് ഡിറ്റർമിൻ ചെയ്യുക. ഓക്കെ, സെക്സ് ഡിറ്റർമിൻ ബൈ മെയിൽ. ഫീമെയിൽ ഹെട്രോഗാമിറ്റിൽ ഫീമെയിൽ ആണ് എന്ത് ചെയ്യുക? സെക്സ് ഡിറ്റർമിൻ ചെയ്യുക. അപ്പോൾ ആരാണോ ഹെട്രോഗാമിറ്റി അയാൾ എന്ത് ചെയ്യും? സെക്സ് ഡിറ്റർമിൻ ചെയ്യും. ഓക്കെ അല്ലേ? മെയിൽ ഹെട്രോഗാമിറ്റിയിലെ ഹ്യൂമൻ ഡ്രോസോഫൈല. ഫീമെയിൽ ഹെട്രോഗാമിറ്റി എന്ന് പറയുമ്പോൾ ബേർഡ്സ്. ഓക്കെ അല്ലേ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം. ക്വസ്റ്റൻ ഇതാണ്, കൺസിഡർ ദ 2 സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഹീമോഫീലിയ ഡിസോർഡർ. ഇറ്റ് ഇസ് ആൻ ഓട്ടോസോം ലിങ്ക്ഡ് ഡോമിനന്റ്. ഒരിക്കലല്ല, ഹീമോഫീലിയ എന്ന് പറയുന്നത് എക്സ് ലിങ്ക്ഡ് റെസിസീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ദ ഹെട്രോസൈഗസ് ഫീമെയിൽ ഫോർ ഹീമോഫീലിയ മേ ട്രാൻസ്ലേറ്റ് ഡിസീസ് ടു സൺ. സെലക്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് കറക്റ്റ് ഇറ്റ്. അപ്പോൾ ഇതാണ് റോങ് സ്റ്റേറ്റ്മെന്റ്. ഒന്നാണ് റോങ് സ്റ്റേറ്റ്മെന്റ്. അതിന് കറക്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോസോമൽ ലിങ്ക്ഡ് ഡോമിനന്റ് അല്ല, എക്സ് ലിങ്ക്ഡ് റെസിസീവ് ആണ്. ഓക്കെ, ഇതെന്താണ്? കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം. ക്വസ്റ്റൻ ഇതാണ്, ഇഫ് എ ഫാദർ ഈസ് വിത്ത് O ബ്ലഡ് ഗ്രൂപ്പ് ആൻഡ് മദർ വിത്ത് B ബ്ലഡ് ഗ്രൂപ്പ്, റൈറ്റ് ദ പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ദെയർ ചിൽഡ്രൻ. ഓക്കെ, അപ്പോൾ
ഫാദർ O ബ്ലഡ് ഗ്രൂപ്പ്. ഫാദർ എന്ന് പറയുമ്പോൾ O ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ, O ബ്ലഡ് ഗ്രൂപ്പിന് നമുക്ക് സ്മോൾ ആയി എന്ന് എഴുതാം. മദർ വിത്ത് B ബ്ലഡ് ഗ്രൂപ്പ്. അപ്പോൾ മദർ എന്താണ്? മദർ B ബ്ലഡ് ഗ്രൂപ്പാണ്. B ബ്ലഡ് ഗ്രൂപ്പ്. B ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ മദറിൻ്റെത് ഒന്നുകിൽ ക്യാപിറ്റൽ IB ആവാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ IB സ്മോൾ I ആവാം. റൈറ്റ് ദ പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ദെയർ ചിൽഡ്രൻ. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? ക്രോസ് എടുക്കാം. ഓക്കെ, ക്രോസ് എടുക്കുമ്പോൾ ഫാദർ, ഇത് ഫാദർ, ഓക്കെ, ഇത് മദർ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കേട്ടോ, ഫസ്റ്റ്. അപ്പം ഇവിടുന്ന് ഒരു ഗ്യാമിറ്റ് ഉണ്ടാവും, ഇവിടുന്ന് 2 ഗ്യാമിറ്റ് ഉണ്ടാവും. അപ്പോൾ ഒന്ന് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്, അടുത്ത് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാവും. അല്ലെങ്കിൽ ഇതാണ് മദറെങ്കിൽ ഇവിടുന്ന് ഒരു ഗ്യാമിറ്റ് വരും, ഇവിടുന്ന് ഒരു ടൈപ്പ് ഗ്യാമിറ്റ് വരും. അപ്പോൾ ആകെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? B ബ്ലഡ് ഗ്രൂപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ 2 പോസിബിലിറ്റി നമുക്കുണ്ട്. ഓക്കെ, 2 പോസിബിലിറ്റി ഉണ്ട്. 2 പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ? ശരി, ഇത്രയാണ് നമ്മളെ ജെനറ്റിക്സ് ഫസ്റ്റ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് നടന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിയാണ്. നമ്മൾ നെക്സ്റ്റ് മോളിക്കുലർ ബേസിസും ഹ്യൂമൻ ഹെൽത്തും മൈക്രോബ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാണ്ട് വേറെ പാർട്ടുണ്ട്. ഓക്കെ.